മഴക്കാലത്ത് പ്രത്യേകിച്ച് ജലദോഷവും പനിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ് ഇന്ന്. അരിയും തോരപ്പരിപ്പാണ് വേണ്ടത്. നന്നായി കഴുകിയെടുക്കാം. പിന്നെ നല്ലോണം വെളുത്തുള്ളിയും കുരുമുളകും ജീരകമൊക്കെ വേണം. ഇതൊന്ന് കല്ലിൽ ചതച്ചെടുക്കണം. പിന്നെ 2 തക്കാളിയും കൂടെ അരിഞ്ഞു വെക്കാം. ഇനി എളുപ്പമാണ്. കുക്കറിലേക്ക് നെയ്യ് ഒഴിക്കാം. കുറച്ച് നല്ലെണ്ണയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നെയ്യ് മാത്രമായാലും മതി. ചൂടാകുമ്പോൾ കടുകിടാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഇളക്കി നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും ഇടാം. ഇതൊന്ന് എണ്ണയിലിട്ട് വാട്ടിയെടുക്കാം. ഇനി തക്കാളി ചേർത്തൊന്ന് വഴറ്റി മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർക്കാം. ഒന്നങ്ങ് ഇളക്കാം. എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന അരിയും പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒന്നങ്ങ് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് പൊന്നിയരിയാണ്. അരിൻ്റെ ഒരു 5 ഇരട്ടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉപ്പും ഇട്ട് ഇളക്കി അടച്ചു വെച്ച് 5 വിസിൽ വരുന്നവരെ വേവിക്കാം. അരി വേവുമ്പോഴേക്കും കുറച്ച് വാളംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ച് പിഴിഞ്ഞരിച്ചെടുത്ത് വെക്കണം. കുക്കറിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞാൽ തുറന്ന് പുളിവെള്ളം ഒഴിക്കാം. ചെറിയ തീയിലൊന്ന് തിളപ്പിക്കാം. വെള്ളം വേണമെങ്കിൽ ചേർത്ത് പാകത്തിനാക്കാം. ഉപ്പും പാകത്തിനാക്കണം. ചിലപ്പോൾ ഉപ്പിട്ട് വെച്ച പുളിയായിരിക്കും. അതുകൊണ്ട് ആദ്യം വേവിക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പിടുമ്പോൾ ഇതും കൂടി ഒന്ന് ഓർത്തിട്ട് വേണം ചെയ്യാൻ. ഇനി ഒരു പിടി മല്ലിയിലയും 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ റൈസ് റെഡിയായി. വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് അച്ചാറോ പപ്പടമോ ഒക്കെ കൂട്ടി കഴിക്കാം. കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സൊക്കെ താഴെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്.